രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് അകാരണമായി പിണറായി വിജയന്റെ വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലും ഇഡി റെയ്ഡ് നടത്തിയതെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ എംപി പറഞ്ഞു. പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി നടത്തിയ റെയ്ഡിൽ പ്രതിഷേധിച്ച് സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ നടത്തിയ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനുണ്ടായ പരാജയത്തിലൂടെ ഇനി ഒരു കാരണവശാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വളർന്നു വരാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന ശക്തികളാണ് കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയും കേരളം ഭരിക്കുന്ന കോൺഗ്രസും. തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് തോറ്റിട്ടുള്ളൂവെന്നും സമരപോരാട്ടങ്ങളിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ടു പോകില്ലെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. സംഘപരിവാർ ഉയർത്തുന്ന വെല്ലുവിളികളെ ആശയപരമായി നേരിടാൻ കഴിവുള്ളവരാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാർ അവസാനിക്കുന്നതുവരെ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. വൈരാഗ്യ ബുദ്ധിയോടെയാണ് പിണറായി വിജയനെ ഇഡിയെ ഉപയോഗിച്ച് വേട്ടയാടുന്നതെന്നും കേന്ദ്ര ഭരണാധികാരികളുടെ ചട്ടുകമായി ഇഡി അധപ്പതിച്ചിരിക്കുന്നുവെന്നും അവർ പറഞ്ഞു. പുതിയ സർക്കാർ അധികാരത്തിലേറി ഒരാഴ്ച പിന്നിടും മുൻപ് മോഡി വിഡി ഇഡി അവിശുദ്ധ കൂട്ടുകെട്ട് പുറത്തു വന്നുവെന്നും ആർ ബിന്ദു കുറ്റപ്പെടുത്തി. ഇഡി റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും റെയ്ഡ് നടത്തി ഭീഷണിപ്പെടുത്തുവാനാണ് ശ്രമമെങ്കിൽ ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നും സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA പറഞ്ഞു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, സിപിഎം ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പ്രകടനത്തിനിടെ സ്വരാജ് റൗണ്ടിൽ സ്ഥാപിച്ചിരുന്ന കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ തകർത്തത് നേരിയ സംഘർഷത്തിനിടയാക്കി. TCV തൃശൂർ.